ഇനി നമ്മുടെ അസമിലേക്കാണ് അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് എൻ. അസമിനെ സംബന്ധിച്ച് ഈ ബി.ജെ.പിക്ക് വളരെ ആത്മവിശ്വാസമുള്ള ഒരു സംസ്ഥാനമാണ്. 126 സീറ്റുകളിലേക്കായിരുന്നു മത്സരം നടന്നത്. ബി.ജെ.പിക്ക് ഒരുപാട് ഘടകങ്ങൾ അവർക്കൊപ്പം നിൽക്കുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. മറ്റൊന്ന്, ബി.ജെ.പിക്ക് ചില വെല്ലുവിളികളും അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ 19 സിറ്റിംഗ് MLA-മാരെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസിൽ നിന്ന് വന്നവരെ ബി.ജെ.പി മത്സരിപ്പിച്ചത്. അപ്പോൾ അത് ബി.ജെ.പിക്ക് ചില തിരിച്ചടികൾ, പല നേതാക്കൾക്ക്, മുതിർന്ന നേതാക്കൾക്ക്, പാർട്ടിയിലെ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. അപ്പോൾ ഇത് ബി.ജെ.പിക്ക് ഒരു തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ അഹോം ഉൾപ്പെടെയുള്ള 6 സമുദായങ്ങൾക്ക് ബി.ജെ.പി നൽകിയിരുന്ന വാഗ്ദാനം, പട്ടികവർഗ പദവി നൽകുമെന്ന വാഗ്ദാനം, അത് പാലിക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ ഇതെല്ലാം തിരിച്ചടിയാകുമെന്നൊരു കണക്കൂട്ടൽ ഉണ്ടെങ്കിൽ പോലും അവർക്ക് വിജയപ്രതീക്ഷ കാണുന്ന ഒരു സംസ്ഥാനമാണ് അസം. തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ള വേതന വർധനവും പട്ടയഭൂമി വിതരണം, ഇതെല്ലാം തന്നെ അനുകൂലമായ ഘടകമായി ബി.ജെ.പി വിലയിരുത്തുന്നുണ്ട്. 40ഓളം മണ്ഡലങ്ങളെ അതിന്റെ സ്വാധീനവും ഉണ്ടാകും. അപ്പോൾ അത്തരം വിലയിരുത്തലുകൾ ബി.ജെ.പിക്കുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചും ആത്മവിശ്വാസം അവർക്ക് നല്ലപോലെ തന്നെയുണ്ട്. ഇത്തവണ അധികാരം പിടിച്ചെടുക്കാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. അതിന് ബി.ജെ.പിക്ക് എതിരായ ഘടകങ്ങൾ ഇത്തവണ കോൺഗ്രസിനൊപ്പം നിൽക്കും എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്നാൽ AIMIM എന്ന് പറയുന്ന പാർട്ടി അവിടെ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ അത് വിഭജിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതപ്പോൾ കോൺഗ്രസിനൊരു തിരിച്ചടിയായി സംസ്ഥാനത്ത് വന്നേക്കാം. ഒപ്പം തന്നെ ഗൗരവ് ഗൊഗോയ് ഇത്തരത്തിൽ ചുമതലയേറ്റതിന് പിന്നാലെ തന്നെ കോൺഗ്രസിനുള്ളിലും ചില പിളർപ്പുകൾ ഉണ്ടായി. ഭൂപൻ ബോറെ പോലുള്ള നേതാക്കൾ ബി.ജെ.പിയിൽ ചേർന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് അസമിലെ ജനവിധി എന്നുള്ളത് നാളെ അറിയാൻ സാധിക്കും. 89 സീറ്റുകളിലേക്കാണ് ബി.ജെ.പി സ്ഥാനാർത്ഥികളെ നിർത്തിയത്. ഏതാണ്ട് 100 സീറ്റുകളിലാണ് കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയത്. എക്സിറ്റ് പോളുകൾ ബി.ജെ.പിക്ക് 100 സീറ്റ് വരെ പ്രവചിച്ചിട്ടുണ്ട്. കോൺഗ്രസിനാകട്ടെ 30-നകത്ത് സീറ്റുകളാണ് പ്രവചനം. പക്ഷേ എന്നിരുന്നാലും എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തള്ളിയാണ് കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അവർക്ക് ഇത്തവണ അസമിൽ അധികാരം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ്. എന്നിരുന്നാലും ബി.ജെ.പി പറയുന്നത് മൂന്നാമതും ബി.ജെ.പി തന്നെ അസം ഭരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. എന്തായാലും നാളെ ആയിരിക്കും ജനവിധി എന്തെന്നുള്ളത് അറിയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.